ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു വിശുദ്ധ തോമസ് മൂർ ജനിച്ചത്. ഹെൻറി എട്ടാമന്റെ ചാൻസലർ പദവി വഹിച്ചിരുന്നയാളായിരുന്നു വിശുദ്ധൻ. ഒരു പൊതുസേവകനുമെന്ന നിലയിൽ വിശുദ്ധന്റെ ജീവിതം മാനുഷിക അവബോധത്തിന്റെയും ക്രിസ്തീയ ജ്ഞാനത്തിന്റെയും ഒരു അസാധാരണ സങ്കലനമായിരുന്നു. ഒരു അൽമായ ഭരണാധികാരിക്ക് യേശുവിന്റെ തിരുസഭയിൽ യാതൊരു അധികാരവുമില്ല എന്ന വിശുദ്ധന്റെ നിലപാടിന് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ ബലികഴിക്കേണ്ടതായി വന്നു. പ്രസിദ്ധനായ വക്കീലും മാന്യനും 4 കുട്ടികളുടെ പിതാവായിരുന്ന വിശുദ്ധൻ ഇംഗ്ലണ്ടിന്റെ ചാൻസലർ ആയിരുന്നു. അഗാധമായ ആത്മീയതയുള്ളവനായിരുന്ന വിശുദ്ധൻ അരേഗോണിലെ കാതറിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ആനെബോളിനെ വിവാഹം ചെയ്യുവാനുള്ള ഹെൻറി രാജാവിന്റെ തീരുമാനത്തെ എതിർത്തു. മാത്രമല്ല, മാർപ്പാപ്പയെ നിഷേധിച്ചുകൊണ്ട് റോമിൽ നിന്ന് വേർപിരിഞ്ഞ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയാകുവാനുള്ള രാജാവിന്റെ ശ്രമങ്ങളെ വിശുദ്ധൻ അംഗീകരിച്ചതുമില്ല. ഹെൻറി എട്ടാമന്റെ വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും കൂടാതെ മാർപ്പാപ്പയെ നിരാകരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ സഭാധികാരിയാകുവാനുള്ള ഹെൻറി എട്ടാമന്റെ ശ്രമങ്ങൾക്ക് അധികാരം നൽകാത്തതിനും 1535 ജൂലൈ 6 ലണ്ടനിലെ ടവർ ഹില്ലിൽ വെച്ച് വിശുദ്ധനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വിശുദ്ധ ജോൺ ഫിഷർ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ദൈവശാസ്ത്രം പഠിച്ച വിശുദ്ധ ജോൺ ഫിഷർ റോച്ചെസ്റ്ററിലെ മെത്രാനായി തീർന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ബുദ്ധിയെയും പാണ്ഡിത്യവും കൂടാതെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട നന്മയും ഒരുമിക്കുമ്പോൾ അവനുമായി താരതമ്യം ചെയ്യുവാൻ ആരുമില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്നാണ് വിശുദ്ധ തോമസ് മൂർ ജോൺ ഫിഷറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ജോൺ ഫിഷറും സുഹൃത്തായിരുന്ന വിശുദ്ധ തോമസ് മൂറും സഭയുടെ ഐക്യത്തിനും വിവാഹബന്ധത്തിന്റെ ദൃഢതയ്ക്കും വേണ്ടി തങ്ങളുടെ ജീവൻ ബലികഴിച്ചു.